ഉറക്കമുണർന്ന അരുൺ പുഞ്ചിരിയോടെ ബെഡിലടുത്തായി അതിഥിയെ പരതി. എന്നാൽ അവിടെയെങ്ങും അവളെ കാണാഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൻ വാഷ്റൂമിലാവുമെന്ന് കരുതി അവിടെയെല്ലാം നോക്കി. എന്നാൽ അവിടെയെങ്ങും അവളുണ്ടായില്ല. അവളെ റൂം മുഴുവൻ കാണാതായതും അരുൺ താഴോട്ട് ഇറങ്ങിച്ചെന്നു മുത്തച്ഛനോടും വീട്ടിലുള്ള സ്റ്റാഫിനോടുമെല്ലാം അവളെ അന്വേഷിച്ചു. എന്നാൽ അവരാരും അവളെ കണ്ടില്ലായിരുന്നു. മോനെ, നീ ആദിമോനെ ഒന്ന് വിളിച്ചു നോക്ക്. അരുണിൻ്റെ ചിന്തകൾ കാട് കയറുന്നത് മനസ്സിലാക്കിയ മുത്തശ്ശൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അരുൺ ഫോൺ എടുത്ത് ആദിയെ വിളിച്ചു. ആദി കോൾ എടുത്തതും, ആദി, നീ അച്ചു അങ്ങോട്ട് വന്നിരുന്നോ? അരുൺ വെപ്രാളത്തോടെ ചോദിച്ചു. ആര്? അച്ചുവോ? അവൾ നിൻ്റെ കൂടെ ആയിരുന്നില്ലേ? അതേടാ, പക്ഷെ ഇപ്പോൾ ഉറക്കമുണർന്നപ്പോൾ അവളെ അടുത്ത് കാണുന്നില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി. അരുൺ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദിയുടെ നോട്ടം ഗേറ്റിനരികിൽ പോയതും അകത്തേക്ക് കയറി വരുന്ന അതിഥിയെ കണ്ട് ആദിക്ക് ദേഷ്യം വന്നു. അരുൺ, നീ ടെൻഷൻ അടിക്കണ്ട, അവൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരി, നീ വച്ചോ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ആദി താഴേക്കിറങ്ങി. ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കയറി വരുന്ന അതിഥിയെ കണ്ട് ആദി ഒന്ന് നോക്കി. അച്ചു, നീ എന്താ അരുണിനോടോ ആ വീട്ടിൽ ആരോട് പോലും പറയാതെ ഇങ്ങ് പോന്നത്? അവരൊക്കെ നിന്നെ കാണാതെ എത്ര വിഷമിച്ചതെന്ന് നിനക്കറിയൂ? അരുൺ ഇപ്പോൾ കോൾ ചെയ്ത് കട്ട് ചെയ്തതേ ഉള്ളൂ. നീ ഇവിടെ എത്തിയെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. നീ എന്തൊന്നും മിണ്ടാത്തേ? ഇത്രയും ആദി പറഞ്ഞിട്ടും പ്രതികരണം ഏതുമില്ലാതെ നിൽക്കുന്ന അതിഥിയോട് ആദി ചോദിച്ചു. ഞാൻ എന്താ ആദ്യമായിട്ടാണ് പറയേണ്ടത്? നിങ്ങളൊക്കെ നിങ്ങളെപ്പറ്റി മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഞാനെന്നൊരാൾ ഇതിനിടയിലുണ്ടെന്നോ, ഞാനൊരു മനുഷ്യനാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയൂ. ഒരാൾക്ക് തോന്നുമ്പോൾ ഇഷ്ടമാണെന്ന് പറയും, കുറച്ച് കഴിഞ്ഞത് മാറ്റി പറയും. അതിന് മോളെ ഒന്ന് വേണമെന്ന് വെച്ചല്ല, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ. അവൻ മതി ആദ്യേട്ടാ, ആദ്യേട്ടനും കൂടെ ഇതിനെല്ലാം കൂട്ടു നിന്നുവല്ലേ. അത് മോളെ വേണ്ട ആദ്യേട്ടാ, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഞാനെന്തായാലും തറവാട്ടിലേക്ക് പോവാം. എല്ലാവർക്കും വിഷമമാവെങ്കിലും എല്ലാവരും എല്ലാം എന്നെങ്കിലും അറിയേണ്ടതല്ലേ. മോളെ എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കണോ? പിന്നീട് നിനക്കത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിട്ടുണ്ടാവും. ആദ്യം അത് പറഞ്ഞതും അതിഥി ആദിക്കൊരു കത്തുന്ന നോട്ടം നൽകിക്കൊണ്ട് മുകളിലേക്ക് പടികൾ കയറി. അതൊന്ന് നോക്കിക്കൊണ്ട് ദീർഘശ്വാസം എടുത്ത് ആദ്യ തൻ്റെ ഫോണിലേക്ക് നോക്കിയതും അരുണിൻ്റെ ഒരുപാട് മിസ്ഡ് കോൾസ് അതിലുണ്ടായിരുന്നു. അത് കണ്ട ആദി അരുണിനെ കോൾ ചെയ്തു. കോൾ അറ്റൻഡ് ആയതും അരുൺ, ആദി, എടാ നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. അച്ചു, അവളെന്താ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത്? അരുൺ, എടാ അത് നീ എന്താണെങ്കിലും ഒന്ന് പറയാതി. അരുൺ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അച്ചു വളരെ സീരിയസ് ആണ്. നടന്ന കാര്യങ്ങളിൽ നിന്നും അവൾക്ക് ഇതുവരെയും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. എടാ എന്താടാ നീ പറയുന്നത്? അതിനല്ലേ നമ്മളൊക്കെ ഉള്ളത്. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. എനിക്ക് അവളോട് തനിച്ച് സംസാരിക്കണം. അതിപ്പോൾ വേണ്ട അരുൺ, നീ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട. അവൾ അല്ലെങ്കിൽ തന്നെ തറവാട്ടിൽ പോയി എല്ലാവരോടുമെല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാനായി നിൽക്കുക. ആദ്യം അത് പറഞ്ഞതും അരുൺ ഒരു നിമിഷം നിശബ്ദനായി. എടാ അരുൺ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവൾ ദേഷ്യത്തിൻ്റെ പേരിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ്. സത്യം എന്താണെന്ന് എനിക്കറിയാലോ. അത് കഴിഞ്ഞ് ആദി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം അരുൺ അതിന് സമ്മതം മൂളി. കോൾ കട്ട് ചെയ്ത് ആദി തിരിഞ്ഞു നോക്കിയതും ബാഗ് എടുത്ത് സ്റ്റെയർ ഇറങ്ങി വരുന്ന അതിഥിയെ കണ്ടതും, ഞാനുണ്ട് തറവാട്ടിലേക്ക്, കാറിൻ്റെ കീ എടുക്കട്ടെ. അത് കേട്ടതും അതിഥി എതിർത്തൊന്നും പറഞ്ഞില്ല. ശേഷം അവർ തറവാട്ടിലേക്ക് തിരിച്ചു. കുറച്ച് ദൂരം എത്തിയപ്പോൾ ആദിയുടെ കാർ ഒരു ബിൽഡിങ്ങിന് മുമ്പിലെത്തി നിർത്തി. സംശയഭാവത്തിൽ നോക്കിയ അതിഥിയോട്, എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട് ഇവിടെ. നീ എന്തായാലും ഒറ്റയ്ക്കിരിക്കണ്ട, അകത്ത് വെയിറ്റിംഗ് ഏരിയയിലിരിക്കാം, ഇറങ്ങ. അതിഥി ആദിക്കൊപ്പം ഉള്ളിലേക്ക് കയറി. അവിടെ കഫേ ഏരിയയിൽ ആദിയുടെ ക്ലയൻറ്റ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിഥി അവരുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ ഇരുന്ന് ഒരു കോഫി ഓർഡർ ചെയ്തിരുന്നു.
കോഫി ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് ഗ്ലാസ് ഡോറിന് വെളിയിലുള്ള ഗാർഡനിൽ ഒരു പയ്യൻ അവൻ്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യുന്നതും അവളുടെ കയ്യിൽ മോതിരമണിയിക്കുന്നതും കണ്ടത്. അത് കണ്ടതും അതിഥിക്ക് അരുൺ തന്നെ പ്രപ്പോസ് ചെയ്തത് ഓർമ്മ വന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതിനുശേഷം അവൻ അവളോട് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും അവൾ കണ്ണീർ വാശിയോടെ തുടച്ചു നീക്കി. എന്നിട്ട് തൻ്റെ കോഫി കുടിച്ചു. മീറ്റിംഗ് തീർന്നതും അതിഥിയുടെ അടുത്ത് വന്നു. അച്ചു, ബോറടിച്ചോ നിനക്ക്? ഇത് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് ആയിപ്പോയി. ഉച്ചയായില്ലേ, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങാം. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട ആദ്യേട്ടാ, നിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നിന്നെ ഇങ്ങനെ കണ്ട മുത്തശ്ശി എന്നോട് ചോദിക്കും. അത് പറഞ്ഞതും അതിഥി മറുത്തൊന്നും പറഞ്ഞില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. നേരം ഇരുട്ടിയതും അവർ തറവാട്ടിലെത്തിയിരുന്നു. അച്ചു, വീട്ടിലെല്ലാവരും അരുണിനെ പറ്റി ചോദിച്ചാൽ നീ എന്തു പറയാനാ പോകുന്നത്? കാറിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപായി അതിഥിയോട് ചോദിച്ചു. എത്രയായാലും മുത്തശ്ശിയുടെ പിറന്നാൾ കഴിയുന്നവരെ ഞാനിതാരോടും പറയുന്നില്ല. ഞാനായിട്ട് ആരുടെ സന്തോഷം കെടുത്തുന്നില്ല. അതും പറഞ്ഞ് അതിഥി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറിപ്പോയി. ഈ പോക്ക് എവിടെ പോയി അവസാനിക്കുക എന്തോ. അതിഥി പോയത് നോക്കിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് അവനും പുറകെ കയറിപ്പോയി. അതിഥിയെ കണ്ട കീർത്തി അടുത്തേക്ക് ഓടി വന്നു. നീ എന്താ ഇത്ര ലേറ്റായത്? അതിന് മുത്തശ്ശിയുടെ പിറന്നാളിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. കീർത്തിയെ നോക്കി സംശയഭാവത്തിൽ അതിഥി ചോദിച്ചു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നീ ഫ്രഷായി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലും. നീ വന്നാൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി. അതും പറഞ്ഞ് കീർത്തി അവിടെ നിന്നും പോയി. ഇത് കേട്ട അതിഥി കാര്യം മനസ്സിലാവാതെ ആദിയെ ഒന്ന് നോക്കി. എന്നെ നോക്കണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് ആദി റൂമിലേക്ക് കയറിപ്പോയി. കാര്യം മനസ്സിലാവാതെ അതിഥി റൂമിലേക്ക് പടികൾ കയറി. റൂമിൽ കയറി ഫ്രഷായി അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്നിട്ട് മുഖത്ത് ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് പടികളിറങ്ങി. ആ, മോളിതിപ്പോൾ എത്തി. അമ്മായി കണ്ടില്ലല്ലോ. ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ട അമ്മായി, ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ശരി മോളെ. അതും പറഞ്ഞ് അതിഥി മുത്തശ്ശിയുടെ റൂമിനടുത്തേക്ക് നടന്നു. റൂമിന് വെളിയിലെത്തിയതും ഉള്ളിൽ നിന്നും മുത്തശ്ശിയുടെ സംസാരവും പൊട്ടിച്ചിരിയും പുറത്തേക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ മുത്തശ്ശിയുടെ മുന്നിൽ നിൽക്കുന്ന ആളെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അവൾ പതിയെ മുത്തശ്ശിയെ വിളിച്ചു. മോള് വന്നോ? ഇങ്ങോട്ട് കയറി വാ. എന്താ അവിടെ തന്നെ നിന്നത്? മുത്തശ്ശി അത് പറഞ്ഞതും അതിഥി റൂമിൽ കയറി. അപ്പോഴാണ് മുത്തശ്ശിക്ക് മുന്നിലിരിക്കുന്ന അരുണിനെ അതിഥി കാണുന്നത്. അരുണിനെ കണ്ടതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ മുത്തശ്ശിയെ വിഷമിപ്പിക്കരുത് എന്ന് കരുതി അവൾ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞു. എന്താ മുത്തശ്ശി എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, അത് മോളെ, എൻ്റെ ഒരു പഴയ കൂട്ടുകാരി ഇവിടെ അടുത്തായിരുന്നു വീട്. അവൾ കല്യാണം കഴിഞ്ഞ് പോയതിൽ പിന്നെ വല്ലപ്പോഴാണ് അവളെ കണ്ടിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതും ഇല്ലാതായി. പിന്നെ മക്കളുടെ കൂടെ UK അവൾ. ഇപ്പോൾ അവൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് നന്ദൻ പറഞ്ഞു. അവൻ പുറത്ത് വെച്ച് അവളുടെ മോനെ കണ്ടത്രേ. നമുക്ക് നാളെ അത്രടം വരെ ഒന്ന് പോകണം. അതിന് നിങ്ങളും എൻ്റെ കൂടെ വരണം. അത് പറയാനാ ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത്. അതിനെന്താ മുത്തശ്ശി, നമുക്ക് പോവാലോ. ഇത് കേട്ട അരുൺ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ അതിഥി അതിന് ചിരിച്ചു കാണിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴാണ് അരുണിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. മുത്തശ്ശി, ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് അരുൺ കോൾ അറ്റൻഡ് ചെയ്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതിഥിയെ മുത്തശ്ശി വിളിച്ചു തൻ്റെ അരികിലിരുത്തി. എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? മോൾക്ക് മുത്തശ്ശിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? അല്ല, മോളുടെ മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. മുത്തശ്ശി അത് പറഞ്ഞതും അതിഥി മുത്തശ്ശിയുടെ മടിയിൽ തല ചായ്ച്ച് കിടന്നു. എനിക്ക് ചെറിയൊരു തലവേദന, ഞാനിങ്ങനെ കുറച്ചു നേരം കിടന്നോട്ടെ. അതിനെന്താ മോളെ, മോള് കിടന്നോ. അതും പറഞ്ഞ് മുത്തശ്ശി അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം വാതിലിന് പുറകിൽ നിന്നും അരുൺ കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം അവളെ മാനസികമായി തളർത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്താടാ
നീ അവളോട് സംസാരിച്ചോ? നല്ല കാര്യമായി. അവളെൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അതൊക്കെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കറിഞ്ഞൂടെ എൻ്റെ പെങ്ങളെ. അവൾക്ക് നിന്നെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവൾ എപ്പോഴേ മൂർത്തിയങ്കിളിനോട് കാര്യങ്ങൾ പറഞ്ഞേനെ. നീ അവൾക്കിത്തിരി സമയം കൊടുക്ക്. വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ആദ്യം അതും പറഞ്ഞ് അരുണിനെയും കൂട്ടി പുറത്തേക്ക് പോയി. അതിഥി ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ അടുത്ത് മുത്തശ്ശി ഉണ്ടായിരുന്നില്ല. അവൾ ഹാളിലേക്ക് വരുന്നത് കണ്ടതും കീർത്തി അടുത്തേക്ക് ചെന്നു. നീ എണീറ്റോ? അരുണേട്ടന്. അമ്മു, നിന്നെ എന്ത് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടേ? വേഗം വാ, ആദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കീർത്തി അത് കേട്ട് മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങിയതും അതിഥി കീർത്തിയുടെ കയ്യിൽ പിടുത്തമിട്ടു. എന്താ, എന്തു പറ്റി? എന്തിനാ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? അത് അരുണേട്ടൻ നിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ. നീ തെളിച്ചു പറ, എന്താ കാര്യം? അത് ആദിയേട്ടനും അരുണേട്ടനും കൂടി പുറത്തു പോയതാ. വഴിയിൽ വെച്ച് ഒരു വണ്ടി ഇടിക്കാൻ നോക്കിയതാ. ഭാഗ്യത്തിന് അരുൺ ചേട്ടൻ കണ്ടതുകൊണ്ട് ഒഴിഞ്ഞു മാറി. പക്ഷേ കല്ല് തട്ടി താഴെ വീണു. തല ചെന്ന് കല്ലിലിടിച്ചു. നമ്മുടെ ഫാമിലി ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. ആദ്യേട്ടന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ടാണിത്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഇത് കേട്ടതും അതിഥിയുടെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. അവൾ കീർത്തിയുടെ പുറകെ പടികൾ ഓടിക്കയറി. ഇതേ സമയം ആദി അരുണിൻ്റെ മുറിവ് ക്ലീൻ ചെയ്യുകയായിരുന്നു. ആദി, നിനക്ക് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നില്ലേ? ഞാൻ ഇവരോട് പറഞ്ഞതാ അച്ഛാ, പക്ഷേ ഇവൻ കേൾക്കണ്ടേ? നിങ്ങൾ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിരുന്നോ? ഇനി ആരെങ്കിലും മനഃപൂർവ്വം? അതൊന്നുമല്ല അങ്കിൾ, ഇത് ആർക്കോ അബദ്ധം പറ്റിയതാ. അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഫാമിലി ഡോക്ടർ എത്തിയിരുന്നു. അദ്ദേഹം അരുണിനെ പരിശോധിച്ചു. പേടിക്കാനൊന്നുമില്ല, കയ്യിലും കാലിലും ചെറിയ മുറിവുകളേ ഉള്ളൂ. പിന്നെ നെറ്റിയിലുള്ള മുറിവ് നമുക്ക് സ്റ്റിച്ചിടാം. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. ഡോക്ടർ അത് പറഞ്ഞതും എല്ലാവരും പുറത്തേക്ക് പോയി. കുറച്ച് സമയമായതും ഡോക്ടർ പുറത്തേക്ക് വന്നു. നെറ്റിയിൽ 4 സ്റ്റിച്ചുണ്ട്. മെഡിസിൻ ഞാൻ എഴുതി തരാം. മുറിവിൽ പുരട്ടണം. പിന്നെ ദിവസവും എല്ലാ മുറിവും ഡ്രസ്സ് ചെയ്യാൻ മറക്കരുത്. അതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി. എല്ലാവരും വീണ്ടും അരുണിനെ കാണാൻ റൂമിലേക്ക് കയറി. ആദി കയറാൻ നിന്നതും അതിഥി ആദിയുടെ കൈ പിടിച്ചു നിർത്തി. എന്താ ആദിയേട്ടാ ശരിക്കും സംഭവിച്ചത്? അവിടെ വെച്ച് അരുൺ പറഞ്ഞത് നീയും കേട്ടതല്ലേ? പിന്നെന്താ ഇങ്ങനെയൊരു ചോദ്യം? അത് അരുൺ അവരോട് പറഞ്ഞതല്ലേ. എനിക്കതല്ല അറിയേണ്ടത്, എനിക്ക് സത്യമാണ് അറിയേണ്ടത്. എന്നാ നീ കേട്ടോ. ആ വണ്ടി അവനെ മനഃപൂർവ്വം ഇടിക്കാൻ വേണ്ടി തന്നെ വന്നതാ. അവൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് അവൻ മാറി. അല്ലെങ്കിൽ ഇന്ന് കാറിൽ വന്നവൻ ആംബുലൻസിൽ വന്നേനെ. ആദ്യേട്ടാ. എന്തേ, നിനക്ക് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പോലും കഴിയുന്നില്ലേ? നീ അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നിൽക്കല്ലേ? പിന്നെന്താ? അതിന് അതിഥി മറുപടി ഒന്നും തന്നെ കൊടുത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ആദി അരുണിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരു നിമിഷം തറഞ്ഞു നിന്നതിന് ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അതിഥി റൂമിലേക്ക് കയറി. മോൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ താഴെ ഉണ്ടാവും. അതും പറഞ്ഞ് എല്ലാവരും മുറിവിട്ടിറങ്ങിയതും കൂടെ ഇറങ്ങാൻ നിന്ന അതിഥിയെ മുത്തശ്ശി തടഞ്ഞു. മോളെങ്ങോട്ടാ? ഇവിടെ മോൻ്റെ കൂടെ ഇരിക്കുക. മോൻ്റെ കൂടെ ആരെങ്കിലും വേണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? അതും പറഞ്ഞ് ഡോർ ചാരിയിട്ട് എല്ലാവരും അവിടെ നിന്നും പോയി. അതിഥി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. പിന്നീടവൾ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. അച്ചു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവനെ തിരിഞ്ഞു നോക്കി. നിനക്കിപ്പോൾ സംസാരമല്ല, റെസ്റ്റാണ് ആവശ്യം. നീ റെസ്റ്റ് എടുക്ക്, അതിഥി പറഞ്ഞു. എൻ്റെ മുറിവിനല്ല വേദന, എൻ്റെ മനസ്സിന്. അത് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അരുൺ, മുറിവ് നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കണക്കൊന്നും നീ എൻ്റെ അടുത്ത് പറയണ്ട. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തുന്നത് നമുക്ക് രണ്ടാൾക്കും നല്ലത്. അതും പറഞ്ഞ് അതിഥി ബാൽക്കണിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അതിഥി ഡോറ് തുറന്നു. കീർത്തിയും മുത്തശ്ശിയുമായിരുന്നു അത്. ഇത് ഇത്തിരി ചൂടുവെള്ളമാണ്. മോന് നല്ല മേലുവേദന കാണും. തുണി നനച്ച് ദേഹമെല്ലാം ഒന്ന് തുടച്ചു കൊടുക്ക്. നിങ്ങൾക്കുള്ള ഭക്ഷണം മുത്തശ്ശി ഇങ്ങോട്ട് കൊടുത്തു വിടാം. അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും അതിഥി കീർത്തിയുടെ കയ്യിൽ പിടുത്തമിട്ടു. അമ്മു, ആദിയേട്ടൻ എവിടെ? ആദിയേട്ടനൊക്കെ എപ്പോഴേ ഉറങ്ങി. എന്താടി, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ആണോ?
എന്നാൽ ഞാൻ താഴോട്ട് പൊക്കോട്ടെ? അതിന് അതിഥി ഒന്ന് തലകുലുക്കി കാണിച്ചു. ചൂടുവെള്ളമെടുത്ത് അകത്ത് വെച്ച് അവൾ വാതിലടച്ചു. അരുണിനെ ലക്ഷ്യമാക്കി നടന്നു. അരുൺ ചെറിയ മയക്കത്തിലാണ്. മരുന്നിൻ്റെ സെഡേഷനിൽ മയങ്ങുന്ന അരുണിനെ വിളിച്ചുണർത്താതെ അവൾ സൈഡിലെ സോഫയിൽ പോയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അരുൺ മയക്കമുണർന്നു. എന്നിട്ട് അടുത്തിരിക്കുന്ന അതിഥിയെ ഒന്ന് നോക്കി. അവൻ മയക്കമുണർന്ന് തന്നെ നോക്കുന്നത് കണ്ടതും അതിഥി, മുത്തശ്ശി ചൂടുവെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്, ദേഹമെല്ലാം തുടയ്ക്കാൻ. വീണതല്ലേ, നല്ല മേലുവേദനയുണ്ടാവും. അവൾ അതും പറഞ്ഞ് അരുണിൻ്റെ മുഖത്ത് നോക്കാതെ ചൂടുവെള്ളമെടുത്ത് അടുത്തുള്ള ടേബിളിൽ വെച്ചു. എന്നിട്ട് അരുണിൻ്റെ അടുത്ത് വന്ന് നിന്നു. അവൾ വന്നു നിൽക്കുന്നത് കണ്ടതും എന്താ എന്ന അർത്ഥത്തിൽ അവൻ അവളെ നോക്കി. അവൻ്റെ മുഖഭാവം കണ്ടതും അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി. ഷർട്ട് അഴിക്ക്, ഞാൻ തുടച്ചു തരാം. അവളത് പറഞ്ഞതും അരുണിൽ കുറുമ്പ് നിറഞ്ഞു. നീ അഴിക്കാത്ത ഒന്നല്ലല്ലോ, നീ തന്നെ അഴിച്ചോ. അവനത് പറഞ്ഞതും അവൾ അവനെ ദേഷ്യഭാവത്തിൽ നോക്കി. ഇനിയും ഇങ്ങനെ സംസാരിച്ചാൽ ഇപ്പോഴുള്ള അവളുടെ സ്വഭാവത്തിന് ചൂടുവെള്ളം തൻ്റെ തലയിൽ ഒഴിക്കുമെന്ന് തോന്നിയതും അരുൺ മുഖത്ത് നിസ്സഹായഭാവം വരുത്തി. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കയ്യിലും വിരലിലൊക്കെ മുറിവുകളാണ്. പിന്നെ ദേഹവും നല്ല വേദനയാണ്. കൈയൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അരുൺ അങ്ങനെ പറഞ്ഞതും പിന്നെ അതിഥി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ സ്ഥായീഭാവമായ ദേഷ്യഭാവത്തിൽ അരുണിൻ്റെ ഷർട്ട് ബട്ടൺ അഴിക്കാൻ തുടങ്ങി. ശേഷം അവൻ്റെ ദേഹമെല്ലാം തുടച്ചു കൊടുത്തു. അപ്പോഴാണ് അവൻ്റെ പുറത്തായുള്ള മുറിവുകൾ അവൾ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. അവൻ്റെ മുറിവ് ക്ലീൻ ചെയ്തു. ശേഷം അവിടെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. അവൻ്റെ ഷോൾഡറിലുള്ള മുറിവിൽ ശ്രദ്ധയോടെ മരുന്ന് വയ്ക്കുന്ന അവളെ അവൻ ഒരു നിമിഷം നോക്കിയിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് കണ്ടതും അവൾ വേഗം തന്നെ അവൻ്റെ ദേഹമെല്ലാം തുടച്ചു അവിടെ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് ഫുഡ് എടുത്ത് അവന് വാരി കൊടുക്കാൻ തുടങ്ങി. അവൾ ഫുഡ് വാരി കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം അലഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഫുഡ് നീ തനിയെ കഴിക്കേണ്ടി വരും, എനിക്കൊന്നും പറ്റില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്തിനെൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണേ? എനിക്കിഷ്ടമല്ല അത്. എന്നാ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കുന്നില്ല. അത് കേട്ടതും അതിഥി അവന് വീണ്ടും വാരി കൊടുക്കാൻ തുടങ്ങി. ഇത്തവണ അരുണിൻ്റെ നോട്ടം പോകുന്ന വഴി കണ്ടതും അതിഥിക്ക് ദേഷ്യം അടക്കാനായില്ല. അരുൺ, അവൾ ദേഷ്യത്തിൽ വിളിച്ചു. എനിക്ക് ചെവി കേൾക്കാം, നീ എന്തിനാ ഒച്ച വയ്ക്കുന്നേ? നിനക്ക് അറിയില്ലല്ലേ നീ എങ്ങോട്ടത്ര നേരം നോക്കിയിരുന്നത്? എന്തായാലും നിൻ്റെ മുഖത്തല്ല, അതുപോലെ നിനക്ക്. മുഖത്തല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങോട്ടാണ് നോക്കിയതെന്ന് നീ പറ, അപ്പോൾ ഞാൻ പറയാം അത് ശരിയാണോ എന്ന്. അരുണിൻ്റെ സംസാരത്തിൽ ദേഷ്യം വന്ന അതിഥി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനൊരുങ്ങിയതും അരുണിൻ്റെ പിടി അവളുടെ കയ്യിൽ വീണു. എന്തിനാ അച്ചു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് നീരത് പറ്റില്ലടി. എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ അരുൺ നീ പറയാറ്? മനസ്സിലായില്ല. അല്ല, നിൻ്റെ റിയ എവിടെ പോയി? നീ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞിട്ട് അവൾ വന്നില്ലേ? അരുൺ, നിൻ്റെ ഒരു ഓപ്ഷനായിട്ട് നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് അവളെയാണ് വേണ്ടതെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ സന്തോഷത്തോടെ ഈ ബന്ധം അവസാനിപ്പിക്കാം. അതിഥി അത്രയും പറഞ്ഞതും അരുൺ അവളുടെ കയ്യിലെ പിടിവിട്ടു. അവൾ അവനെ നോക്കാതെ പില്ലോ എടുത്ത് സോഫയിൽ വന്ന് കിടന്നു. ബ്ലാങ്കറ്റ് എടുത്ത് തലവഴി മൂടി നിറഞ്ഞു വന്ന കണ്ണീർ വാശിയോടെ തുടച്ചു നീക്കി എപ്പോഴും അവൾ നിദ്രയെ പുലുകിയിരുന്നു. എന്നാൽ അവൾ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞുപോയിരുന്നു. പിന്നീട് അവൾ എടുത്തു വച്ച ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് അവനും നിദ്രയെ പുലുകി. ആരുടെയോ ശബ്ദം കേട്ട് അതിഥി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കി. ഡിം ലൈറ്റിൻ്റെ ഇരുണ്ട വെളിച്ചത്തിൽ ബെഡിൽ കിടന്ന് പിച്ചും പേയും പറയുന്ന ഒച്ചയുണ്ടാക്കുന്ന അരുണിനെയാണ് അവൾ കണ്ടത്. അവൾ എണീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് അരുണിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. അവൻ വല്ലാതെ വിറയ്ക്കുന്നത് കണ്ട അതിഥി അവൻ്റെ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. അപ്പോൾ അവന് പൊള്ളുന്ന പനിയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അതിഥി താഴെ പോയി തണുത്ത വെള്ളവും നെറ്റിയിൽ നനച്ചിടാനുള്ള കോട്ടൺ തുണിയുമായി തിരികെ വന്നു. ശേഷം തുണി നനച്ച് അരുണിൻ്റെ നെറ്റിയിലിട്ട് കൊടുത്തു. അപ്പോഴും അരുൺ വിറച്ചുകൊണ്ട് എന്തോ പുലമ്പുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാവാതെ അതിഥി അരുണിൻ്റെ ചുണ്ടോരം കാതുകൾ ചേർത്തു. അച്ചു, നീ എന്നെ വിട്ട് പോവല്ലേടി. നീയില്ലാതെനിക്ക് പറ്റില്ല, എന്നെ വിട്ട് പോവല്ലേ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അരുൺ. അവൻ്റെ ഈ അവസ്ഥ കണ്ടതും അതിഥിക്ക് സഹിക്കാനായില്ല. ശേഷം ഞാൻ എങ്ങും പോകുന്നില്ല, നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നും പറഞ്ഞ് അതിഥി അരുണിൻ്റെ അടുത്തായി കിടന്നു. ഇതേ സമയം അരുൺ അവളെ ഇറുകെ പുണർന്നു. തിരിച്ചവളും അവനെ ഇറുകെ പുണർന്നു.
പിറ്റേന്ന് അരുൺ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇറുകെ പുണർന്ന് മാറോട് ചേർന്ന് കിടക്കുന്ന അതിഥിയെ കണ്ടതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി മുട്ടിട്ടു. അവൻ ഒന്നുകൂടെ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് അവളുടെ നെറുകിൽ സ്നേഹചുംബനം നൽകി. എന്നിട്ടവൻ കണ്ണുകൾ അടച്ചു കിടന്നു. സമയം കുറച്ച് പിന്നിട്ടതും അതിഥി പതിയെ കണ്ണുകൾ തുറന്നു. അരുണിൻ്റെ കരവലയത്തിനുള്ളിലാണ് താനിപ്പോഴെന്ന് മനസ്സിലാക്കിയവൾ തലയുയർത്തി അവനെ ഒന്ന് നോക്കി. അവൻ ഇപ്പോഴും ഉറക്കത്തിലാണെന്ന് തോന്നിയതും അവൾ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു പനി മാറിയോ എന്ന് നോക്കി. ശേഷം അവളൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ സ്റ്റിച്ചിട്ട മുറിവിൽ ഒന്ന് മുത്തി. എന്നിട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് താഴേക്ക് നോക്കിയതും അരുൺ അവളെ തന്നെ നോക്കി കണ്ണു ചിമ്മിക്കാണിച്ചു.